ഇതുപോലെ ചേർക്കാം. ചേർത്ത ശേഷം ജസ്റ്റ് നമുക്ക് ഒന്ന് ഇളക്കാം. ഇനി ഇത് സാവധാനം മീഡിയം ഹീറ്റിൽ ശരിക്കൊന്ന് തിളയ്ക്കണം. പിന്നെ ഞാൻ പറയാം, ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഏതെങ്കിലും ചെറിയ കുരുക്കളൊക്കെ ഉണ്ടെങ്കിലും അതെടുത്ത് പ്രത്യേകം കളയണം. അത് പ്രത്യേകം ഓർക്കുക. സാവധാനം നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് ശരിക്കും ഒന്ന് തിളയ്ക്കണം. നമ്മൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് ഏകദേശം ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കാണാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇതിൻ്റെ അകത്ത് ഒരുപാട് പുളിയോ അതല്ലെങ്കിൽ ഒരുപാട് മുളകോ അല്ലെങ്കിൽ എരിവോ വരുമോ എന്ന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു കാരണവശാലും അത്ര എരിവോ അത്ര പുളിയോ വരില്ല. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കായപ്പൊടി ആഡ് ചെയ്യാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ തന്നെ കായപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം. ഇത്രത്തോളം കായപ്പൊടി. അതോടൊപ്പം തന്നെ നമുക്ക് ചേർക്കണം മറ്റൊന്ന്, നമുക്ക് കുറച്ച് ഉപ്പാണ്. ഉപ്പ് ഏകദേശം സാധാരണ നമ്മൾ ഇടുന്ന എല്ലാ കറികൾക്കും ഒക്കെ ഇടുന്നതിൻ്റെ ഇരട്ടിയോളം ഇടാൻ ശ്രമിക്കുക. കാരണം അച്ചാറാകുമ്പോൾ ശരിക്കും ഉപ്പ് വേണ്ടി വരും, അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഏകദേശം ഇത്രത്തോളം ഉപ്പിടുക. അതിനുശേഷം ഇതൊന്നുകൂടി മിക്സ് ചെയ്യാം. ഹീറ്റ് മീഡിയം ആക്കുക. മുളക് പൊടി ഇട്ട ശേഷം നമുക്ക് ഒന്നുകൂടി ഇത് ശരിക്ക് സാവധാനം ഒന്ന് തിളപ്പിച്ചെടുക്കണം. കാരണം നമ്മുടെ മുളക് ഒരല്പം ശരിക്ക് വേവണം. അപ്പോൾ ഇനിയാണ് നമ്മുടെ മാജിക് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതായത് അധികം പുളിയോ അതല്ലെങ്കിൽ അധികം എരിവോ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന ഒന്നാണ് സാധാരണ നമ്മുടെ ശർക്കര. ഓക്കെ, സാധാരണ ശർക്കര ഒരല്പം ഇതിലേക്ക് ഇതുപോലെ പൊട്ടിച്ചിടാം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. സാവധാനം ശർക്കര ഇതിൻ്റെ അകത്തേക്ക് മെൽറ്റ് ആയിക്കോളും. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 4 സ്പൂണോളം വിനാഗിരി. സാധാരണ നമ്മുടെ വിനാഗിരി. അപ്പോൾ ഇത് വിനാഗിരി ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒരു അല്പം കൂടി ഗ്രേവി നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഇത് അധികം നാൾ ചീത്തയാകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുശേഷം സാവധാനം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ചൂടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ വിനാഗിരി കൂടെ നമ്മൾ ചേർത്ത ശേഷം ഒരു 3 അല്ലെങ്കിൽ 4 മിനിറ്റ് കൂടെ ശരിക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള